അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല, ഞങ്ങൾ ആത്മാവിന്റെ ശുശ്രൂഷക്കാരൻ. അപ്പൊ അക്ഷരത്തിൽ, അറിവിൽ എന്ത് ചെയ്യാം? പ്രസംഗിക്കാം. പക്ഷേ മറ്റൊരു പ്രസംഗമാണ് ആത്മാവിൽ പ്രസംഗിക്കുക എന്നുള്ളത്. ശ്രദ്ധിച്ച് കേട്ടെ, നമുക്ക് അറിവുണ്ടെങ്കിൽ പ്രസംഗിക്കാം, പ്രശ്നമില്ല. പരിശുദ്ധാത്മാവില്ലാത്തവര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില പ്രസംഗമൊക്കെ കേട്ടാൽ പരിശുദ്ധാത്മാവുള്ളവര് മാറി. പരിശുദ്ധാത്മാവുള്ളവര് പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും പരിശുദ്ധാത്മാവില്ലാത്ത ചിലരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടാൽ ഭയങ്കര പ്രസംഗം. ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രസംഗം കേട്ട് ആരെങ്കിലും കുറച്ചു നേരം കേട്ടോണ്ടിരുന്നാൽ അടുത്ത ദിവസം അവൻ ആ പാർട്ടി ചേരും. പരിശുദ്ധാത്മാവൊന്നുമില്ല, പക്ഷെ പ്രസംഗിക്കാനുള്ള കഴിവ്, അറിവ്, മനസ്സിലായി? അപ്പോ നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് പ്രവചിക്കാനും, പക്ഷേ നമ്മുടെ സാക്ഷ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. രാമൻ എത്ര പേര് പറയും? ചിലര് പറയാറുണ്ട് സാക്ഷ്യം സൂക്ഷം ആയിരിക്കണം. എനിക്ക് പലരെ അറിയാം, എനിക്കറിയാം, പേരൊന്നും പറയത്തില്ല. സ്വത്രം. ചിലരൊക്കെ നിങ്ങൾക്ക് അറിയത്തുമില്ല. അവര് പുറമേ ഭയങ്കര ഒരു ഉയർന്ന തലങ്ങളിലൊക്കെ നിൽക്കുന്നവരായിരിക്കും, പക്ഷേ പലരുടെയും സാക്ഷ്യത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ അവർക്കെല്ലാം പലവിധ വീഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പുറമേ നമ്മൾ കാട്ടിക്കൂട്ടുന്നതല്ല നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യത്തെ നമ്മൾ സൂക്ഷിക്കുക. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് സൂക്ഷിക്കാൻ ദൂത് ചോദിച്ചപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വാക്കാണ്, നമ്മുടെ സാക്ഷ്യത്തെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ അതിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സഭയെ വേദപുസ്തകത്തിലെ ഒരു സഭയെ മുൻനിർത്തിക്കൊണ്ടാണ് സാക്ഷ്യത്തിന്റെ വിലയെ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചിരുന്നേനെ. ഹല്ലേലൂയ. സാക്ഷ്യത്തെ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളെ പഠിപ്പിക്കേണ്ടതിന് ഒരു സഭയെ മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളും സഭയാണ്. വിശ്വസിക്കുന്നവരാമേൻ പറയണം. നമ്മളും സഭയാണ്, അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ സഭയാകുന്ന മന്ദിരത്തിലാണ് ക്രിസ്തു വാസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സഭ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് നമുക്ക് അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി മതി.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ അടങ്ങുന്ന ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. ഇത് പൗലോസിന്റെ ഒരു കത്തായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇത് എഴുതിയത് പുതിയ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതിയത്. സ്തോത്രം. ചരിത്രം പഠിക്കുമ്പോ ഏകദേശം 3 ആഴ്ച മാത്രമേ പൗലോസ് ആ ദേശത്ത് പാർത്തിരുന്നുള്ളൂ. പക്ഷേ 3 ആഴ്ച കൊണ്ട് അവരുടെ വിശ്വാസവും അവരുടെ സാക്ഷ്യവും അവരുടെ പ്രവർത്തനവും പൗലോസിന് മനസ്സിലായി. പൗലോസിന് മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. സ്തോത്രം. ആ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം. സ്തോത്രം അല്ലെ. 3 ആഴ്ച കൊണ്ട് പൗലോസിന് ഇവരുടെ വിശ്വാസവും ഇവരുടെ പ്രവർത്തനവും ഇവരുടെ സാക്ഷ്യവും ഒക്കെ പൗലോസിന് ബോധ്യപ്പെട്ടു. വളരെ 30 കൊല്ലമായിട്ട് നമുക്ക് ഒരു പിടി എന്താ വേണ്ടാത്ത 30 കൊല്ലമായിട്ട് ഈ പുള്ളി എങ്ങനെയാന്ന് ഒരു പിടി നമുക്ക്. പൗലോസിന്റെ 3 ആഴ്ച കൊണ്ട് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പൗലോസ് പഠിച്ചു. പൗലോസിന് മനസ്സിലായി ഇവര് എങ്ങനെയുള്ളവരാണെന്ന്. സ്വന്തം ഹല്ലേലൂയ. അതാ ചരിത്രം പഠിപ്പിക്കുന്നത്. പൗലോസിന്റെ പ്രവർത്തനങ്ങളിൽ പൗലോസിന് ആദ്യം ലഭിച്ചത് ഭക്തിയുള്ള യവനന്മാരും മാതൃകാ സ്ത്രീകളുമായിരുന്നു. ആദ്യ ഫലം പൗലോസിന്റെ എന്താ? ഭക്തിയുള്ള യവനന്മാർ. ഈ യവനന്മാർ ഭക്തിയുള്ളവരായി തീരുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇവരെല്ലാം അറിവുള്ളവർ. യവനന്മാര് വളരെ അറിവുള്ളവർ. അവര് വളരെ ജ്ഞാനികളാണ്. അറിവുള്ളവരാണ്, വളരെ ജ്ഞാനികളാണ് അവർ. അറിവുള്ളവര് ജ്ഞാനികളുമാണ്. അവരെല്ലാം അംഗീകരിക്കുന്നവരല്ല, അവരെല്ലാം ഏറ്റെടുക്കുന്നവരല്ല, അവരെല്ലാം വിശ്വസിക്കുന്നവരല്ല. പക്ഷേ പൗലോസിന്റെ ആദ്യ ഫലങ്ങളിൽ ആത്മീയ യവനന്മാരായി. കേട്ടോ? എന്ന് വെച്ചാ നമ്മുടെ അറിവുകൾക്കും നമ്മുടെ ജ്ഞാനങ്ങൾക്കും അപ്പുറമാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് വെളിപ്പെട്ടു. അവർക്ക് പറഞ്ഞ മനസ്സിലായി? സുവിശേഷത്തിന്റെ വ്യാപാര ശക്തി അറിവുകൾക്കും ജ്ഞാനങ്ങൾക്കും അപ്പുറമാണ്. അതുകൊണ്ട് പൗലോസിന്റെ ആദ്യ വിശ്വാസികൾ എന്ന് പറയുന്നത് യവനന്മാരായിരുന്നു. തെസ്സലോനിക്കയിലെ കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തത് എഴുതിയിരിക്കുന്നത് മാന്യമായ സ്ത്രീകൾ. മാന്യമായ സ്ത്രീകൾ പൗലോസിന്റെ ആദ്യ ഫലങ്ങളായി. അതൊക്കെ വളരെ ഈടുറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്റെ ദൂതതല്ലല്ലോ. അപ്പൊ മാന്യമായ സ്ത്രീകൾ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആദ്യ ഫലങ്ങളായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്ത്രീകൾക്ക് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുണ്ട്, ഇല്ലേ? സ്തോത്രം. ഉണ്ട് സ്ത്രീകൾക്ക്. ചിലരൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യവും ഇല്ലെന്ന ചില പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം വേദപുസ്തകത്തിലുണ്ട്. സ്തോത്രം. അവിടെ പറയാ മാന്യമായ സ്ത്രീകൾ പൗലോസിന്റെ ശുശ്രൂഷയുടെ കൈത്താങ്ങായിരുന്നെന്ന്. അതുവഴി ഇതുവഴി നടക്കുന്നതൊന്നുമല്ല. മാന്യമായ സ്ത്രീകൾ. സ്തോത്രം. ഇന്നത്തെ കാലത്ത് സ്ത്രീ ഏതാ പുരുഷൻ ഏതാന്ന് ഒരു പിടുത്തോ ഇല്ലാത്ത വിധത്തിലാ നമ്മൾ പലതിനെയും കാണുന്നത്. സ്തോത്രം. അല്ലേ? ഞങ്ങൾ നാളെ
കാറ് ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ബൈക്ക് രണ്ടുപേരും പോവും. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഒരു ബുള്ളറ്റാ. ഞങ്ങളിങ്ങനെ ഓർത്ത്, എടാ ആ പെങ്കൊച്ചൊക്കെ ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന പോക്ക് കണ്ടു. ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോഴാ പെണ്ണല്ല ചെറുക്കനാണ് മനസ്സിലായി. പുറകിന്ന് കണ്ട എന്നാന്നേ പറയത്തുള്ളൂ. ആ കോലത്തിലാകുമ്പോ അല്ലേ പോകുന്നത്. പക്ഷെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് പെങ്കൊച്ചല്ലായിരുന്നു. പെൺകുട്ടി ഏതാ ആൺകൊച്ചേതാന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരു കാലം. പക്ഷെ ഇവിടെ പറയാ, അവരുടെ എല്ലാ സ്വഭാവത്തിലും, അവരുടെ രൂപത്തിലും, അവരുടെ വസ്ത്രത്തിലും, അവരുടെ എല്ലാവിധ കാര്യങ്ങളിലും അവർ മാന്യ സ്ത്രീകളായിരുന്നു. അതിനുശേഷം പൗലോസിന് ലഭിക്കപ്പെട്ട ഹല്ലേലൂയ പ്രിയപ്പെട്ടവരാണ് വിഗ്രഹാരാധന. ആ വിഗ്രഹാരാധനയിലായിരുന്ന ജാതികളായ വ്യക്തികളെ, അങ്ങനെ പലരെയും ദൈവം തനിക്ക് അവിടെ കൊടുത്തു. ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഈ ദേശത്തെ കുറിച്ച് വ്യക്തമായ ഒരു ചരിത്ര പഠനം നമുക്ക് പഠിക്കാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കൂടുതലായി അതിലേക്കൊന്നും പോകുന്നില്ല. ഇതൊരു തുറമുഖ നഗരമായിരുന്നു, ഗ്രീസിന്റെ വടക്ക് പ്രദേശമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ കലാണ്ടർ ആയിരുന്നു, ഹല്ലേലൂയ, ആ കലാണ്ടർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു, ഹല്ലേലൂയ സ്തോത്രം, അവിടം ആ പട്ടണം പണിതത്. അദ്ദേഹം മക്കദോനിയയിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് തെസ്സലോനിക്യ. ആ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം ഇട്ട പേരാണ് തെസ്സലോനിക്യ. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതാണ് അതിന്റെ ഒരു ആ ദേശത്തിന്റെ ഒരു ചരിത്രം. ഈ സഭ എന്ന് പറയുന്നത് ഒരു ചെറിയ സഭയാണ്. സ്തോത്രം. ഈ തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത് ഒരു ചെറിയ സഭയാണ്. പക്ഷേ ചെറിയ സഭയും കൊണ്ട്, ചെറിയ പ്രവർത്തനത്തെയും കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ രണ്ട് ലേഖനം പഠിക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലായി? ഈ ചെറിയ സഭയെയും കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ രണ്ട് ലേഖനം വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ചെറിയ സഭയെ കൊണ്ട് വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യാനിടയായി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹല്ലേലൂയ കാരണങ്ങളിൽ ഒന്നാണ് അവരുടെ ാണെങ്കിലും, ഒരു ചെറിയ സഭയാണെങ്കിലും, ആ സഭയെ കൊണ്ട് എന്ത് ചെയ്യാൻ, ആ രാജ്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, ആ ദേശങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞു. അവർ തെളിയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അവരുടെ സാക്ഷ്യം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ സാക്ഷ്യത്തിന്റെ ഭദ്രത അവർ നഷ്ടപ്പെടുത്തിയില്ല. വചനം ശക്തമായി വ്യാപിക്കാൻ തുടങ്ങി. ശക്തമായി വചനം വ്യാപിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം വ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് ഈ വചനത്തെ വിളംബരം ചെയ്യുന്ന, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തെ പകർന്നു കൊടുക്കുന്ന ഇവരുടെ സാക്ഷ്യവും ആ സമൂഹം നോക്കി. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഒരു പാസ്റ്റർ ഒരു കല്യാണത്തിന് പ്രസംഗിച്ചു, ഭാര്യയെ വഞ്ചിക്കരുത്, ഭാര്യയെ വഞ്ചിക്കരുത്. നിങ്ങൾ ഇന്നു മുതൽ ഏക ദേഹമാണ്, ഒരു ശരീരമാണ്. ഭാര്യ എന്ത് ചെയ്യരുത്?
വഞ്ചിക്കരുതെന്ന് ആസ് പ്രസംഗിച്ചപ്പോ പുള്ളിയെ അറിയാവുന്ന കേട്ടോണ്ടിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ് ആദ്യം പുള്ളി അത് നിർത്തട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുള്ളി വേറൊരു വാക്കാ പറഞ്ഞേ, ഞാൻ അത് പറയുന്നില്ല. പുള്ളി എന്താ പറഞ്ഞേ? സ്റ്റേജിൽ എന്ന് പറയാം, ഭാര്യയെ വഞ്ചിക്കരുത്, നിങ്ങളൊരു ശരീരമാണ്. സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ ഒരു രഹസ്യവും ഉണ്ടാവരുത്. സ്തോത്രം. ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇത് കേട്ടോണ്ടിരുന്ന പുള്ളി അറിയാവുന്ന പറയാൻ, ഈ പറയുന്ന പുള്ളി അറിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, പ്രസംഗിക്കുക, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്താം, അതിനോടൊപ്പം പ്രധാനമാണ് സാക്ഷ്യം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ആ ചരിത്രം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, സുവിശേഷീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ അവർ ശക്തമായ ദേശങ്ങളിൽ ചെയ്തു. ഓ, രാമൻ പറയാവോ നിങ്ങൾക്ക്? സുവിശേഷത്തിന്റെ വ്യാപാരത്തിന്റെ ശക്തിയെ അവരിലൂടെ തന്നെ വെളിപ്പെടുത്തുമാറാകെ അവരിറങ്ങി പ്രവർത്തിച്ചു. അവരനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തെ കുറിച്ച് അവര് ഹല്ലേലൂയ വാതോരാതെ അവര് പറഞ്ഞു. പക്ഷെങ്കിൽ അത് മാത്രമല്ല, അവരുടെ പ്രവർത്തനത്തെ, രാജ്യത്തെ പിടിച്ചു കുലുക്കിയത്, അവരുടെ ഹല്ലേലൂയ രാജ്യത്തെയും ദേശത്തെയും സ്വാധീനിച്ചത് പ്രസംഗം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് അവരുടെ സാക്ഷ്യം. ഓ, ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ഹല്ലേലൂയ. മൂന്ന് കാര്യമാണ് അവർ ചെയ്തത്. ഒന്ന്, അവരുടെ സുവിശേഷീകരണം. രണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ജീവകാരുണ്യ പ്രവർത്തനം. മൂന്ന്, അന്യോന്യമുള്ള സ്നേഹവും കരുതലും. മനസ്സിലായോ? ഒന്ന്, സുവിശേഷ, ഹല്ലേലൂയ, സ്തോത്രം, സുവിശേഷീകരണം അവര് ചെയ്തു. അവരനുഭവിച്ച സന്തോഷത്തെക്കുറിച്ചും അവരനുഭവിച്ച ആനന്ദത്തെക്കുറിച്ചും അവരനുഭവിച്ച രക്ഷയെക്കുറിച്ചും അവർ വിളംബരം ചെയ്തു. സുവിശേഷീകരണം നടത്തി. ശ്രദ്ധിക്കണം, സുവിശേഷീകരണം നടത്തി. രണ്ട്, ജീവകാരുണ്യ പ്രവർത്തനം നടത്തി. സ്തോത്രം. ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയല്ലായിരുന്നു. അല്ലെങ്കിൽ സുവിശേഷീകരണം നടത്തുമ്പോ തന്നെ അവരങ്ങോട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അന്യോന്യം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു. ഇതെല്ലാം ആ ദേശം കണ്ടോണ്ടിരിക്കുക, ഇതെല്ലാം ആ പട്ടണം കണ്ടോണ്ടിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമായില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രവും കാര്യമായില്ല. അതിലടങ്ങുന്ന മറ്റൊന്നാണ് നമ്മുടെ സാക്ഷ്യം. ഞാനിത് പറയുന്നതിന്റെ കാര്യം, ഇതിന്റെ അകത്തൊരു വെളിപ്പാട് ദൈവം എന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തൊരു വെളിപ്പാട് ദൈവം എന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് വരാം. ഹല്ലേലൂയ. അത് പൗലോസ് ാണ് കേട്ടോ. അല്ലെ, പൗലോസ് ഈ ലേഖനം എഴുതിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പൗലോസ് അവരെ ഉത്സാഹിപ്പിച്ചു. താൻ കത്തയക്കുമ്പോൾ പൗലോസ് അവരെ ഉത്സാഹിപ്പിച്ച്. എന്തിനാണെന്നറിയാമോ? ഇവരുടെ സുവിശേഷീകരണം കണ്ടിട്ട്, ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് പൗലോസ് അവരെ ഉത്സാഹിപ്പിച്ചു. ഇന്ന് നേരെ തിരിച്ച, നന്നായിട്ട് ഏതെങ്കിലും പ്രവർത്തിക്കുന്ന ഒരുത്തനെ കണ്ടാൽ എങ്ങനെയും അവന്റെ മനസ്സിനെ പഠിപ്പിക്കും. നിങ്ങൾ തന്നെ മിണ്ടാത്തിരിക്കുന്നു ഉള്ള കാര്യം.
ആരെങ്കിലും നല്ല ആർജവത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സന്നദ്ധനായി വന്നു കഴിയുമ്പോ പറയും, അത്രയൊന്നും ആശയില്ല, ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതിയെന്ന്. പക്ഷെങ്കിൽ യഥാർത്ഥ അപ്പോസ്തലൻ ചെയ്ത് എന്താണെന്നറിയാമോ? അവരുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് പൗലോസ് ഹല്ലേലൂയ അധികമായി ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. ആ ഒരു ആത്മതലങ്ങൾ വെളിപ്പെടണം നമ്മളിൽ വെളിപ്പെടണം. എനിക്ക് ലീഡ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇവരെ എല്ലാം വേദിയിൽ കയറ്റുന്നതിന്റെ കാര്യം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനമാണ്. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ഒരു ആത്മീയ മനസ്സ്, അങ്ങനെ ഒരു ആത്മീയ ഹൃദയം നമ്മളിൽ ചലിക്കപ്പെടണം. ശ്രദ്ധിച്ചുകട്ടെ. ഹല്ലേലൂയ. രണ്ട്, അവരുടെ വിശ്വാസത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. വിശ്വാസത്തെ കുറിച്ച് എപ്പോഴാ പറഞ്ഞു? മരിച്ച് പെട്ടി കയറിയപ്പോഴാണോ? അല്ല, പിന്നെ എപ്പോഴാ പറഞ്ഞേ? അവരുടെ പ്രവർത്തന വേളകളിൽ തന്നെ അവരുടെ വിശ്വാസത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് നല്ല വാക്കുകൾ പറഞ്ഞവരെ ബലപ്പെടുത്തി. നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അവരുടെ വിശ്വാസത്തെ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം അഭിനന്ദിച്ചു. ഇന്നത്തെ കാലത്ത് ചിലതിന്റെ വിശ്വാസത്തെയൊക്കെ കണ്ട് അഭിനന്ദിക്കാൻ പോയിട്ട് പരിസരം തലപ്പിക്കുന്നു. വിശ്വാസിയാന്ന് പറഞ്ഞ് നടക്കുക, സ്തോത്രം ചെയ്യുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അപ്പോസ്തലനായ പൗലോസ് അവരെ അഭിനന്ദിച്ചത്. അവര് വിശ്വാസത്തിൽ ഹല്ലേലൂയ ദൃഢനിശ്ചയത്തോടെ നിന്നത് അവരാഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയത് കൊണ്ടല്ല. അവരറിഞ്ഞൊരു വിശ്വാസത്തിന്റെ അകത്ത് അവരുടെ ഹൃദയത്തെ അവർ ഉറപ്പിച്ചു. ഞാൻ ഈ പറയുന്നതെല്ലാം ചരിത്രമാണ്, ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ദൂതിലേക്ക് ഞാൻ വന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആസന്നമാകുന്ന പീഡനങ്ങൾ ശക്തമായിട്ട് ആ കാലഘട്ടത്തിൽ അഴിച്ചുവിട്ടു. ഉണർവുള്ളിടത്ത് പീഡനങ്ങൾ ഉണ്ടാകും, ഉണർവ് വെളിപ്പെടുന്ന ഇടത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാലഘട്ടം ഹല്ലേലൂയ തിരമാല പോലെ അവരുടെ ജീവിതത്തിൽ അലതട്ടി എഴുന്നേറ്റ് വന്നപ്പോഴും അവര് വിശ്വാസം ത്യജിക്കാഞ്ഞത് പൗലോസിന് മനസ്സിലായപ്പോൾ അവരുടെ വിശ്വാസത്തെ താൻ അഭിനന്ദിച്ചു. കണ്ടോ? വെറുതെ അഭിനന്ദിച്ചതല്ല, വിശ്വാസത്തെ ത്യജിച്ച് കളയുന്ന കാരണങ്ങൾ ഒന്നുമാറി അവരുടെ ജീവിതത്തിൽ കയറി വന്നപ്പോൾ അവരുടെ പ്രാണം നഷ്ടപ്പെട്ടു പോകുന്നത് വരെയുള്ള പ്രതിസന്ധി മുമ്പിൽ തെളിഞ്ഞു വന്നപ്പോഴും അവര് വിശ്വാസം ത്യജിച്ചില്ല. അതാ വിശ്വാസം. ഹല്ലേലൂയ. യേശു വേണോ വീട് വേണോ ചോദിക്കുമ്പോ വീട് മതി എന്ന് പറയുന്ന നല്ല വിശ്വാസം. യേശു വേണോ BMW വേണോ ചോദിക്കുമ്പോൾ യേശു വേണ്ട BMW പറയുന്നു, അതല്ല വിശ്വാസം. സ്തോത്രം. നീ ഏത് കാര്യത്തിനാ നീ വിശ്വാസി കളിച്ചിരിക്കുന്നത്? ഏത് കാര്യത്തിനാ നീ വിശ്വാസി കളിച്ചിരിക്കുന്നത്? നിന്റെ കാര്യങ്ങൾ നടക്കാനാണോ നീ വിശ്വാസി കളിച്ചിരിക്കുന്നത്? നിന്റെ കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയാണോ നീ വിശ്വാസി കളിച്ചിരിക്കുന്നത്? അല്ല. യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവ പൈതൽ ഇവിടെ എന്ത് കിട്ടിയാലും കിട്ടിയില്ലേലും അത് പ്രശ്നമല്ല. എന്തിനും നിനക്ക് വേണ്ടുന്നത് നൽകി തരാൻ അവൻ വിശ്വസ്തനാണ്. അവൻ നിനക്കത് നൽകി തരികയും ചെയ്യും. പക്ഷെ അതിനുവേണ്ടി നീ വിശ്വാസിയാകരുത്. അതിനുവേണ്ടി വിശ്വാസത്തെ പിടിക്കരുത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തെ ആ മാതൃകയാണ് തെസ്സലോനിക്ക സഭ നമുക്ക് കാണിച്ചത്. സ്വത്രം. പക്ഷേ അവരെ അഭിനന്ദിക്കുമ്പോഴും
അവരെ ഉത്സാഹിക്കുമ്പോഴും തന്നെ അവരുടെ ചെറിയ ചെറിയ അലസതയ്ക്ക് പൗലോസ് അവരെ സഹായിച്ചു. ചിലർ ഈ ബി പി നോക്കുമ്പോൾ അതിന്റെ മെഷർമെന്റ് ഇങ്ങനെ കയറിപ്പോകുന്ന കാണത്തില്ല. ചിലരുടെ ആത്മീയ അങ്ങനെ കയറിപ്പോകുന്നതും കാണാം. കുറെ കഴിയുമ്പോൾ അതിനേക്കാളും സ്പീഡിൽ ഇറങ്ങി വരുന്നത്. സ്തോത്രം. നിങ്ങളാരും മിണ്ടുന്നില്ല. ഇന്ന് വലിയ സ്തോത്രമൊന്നും കാണുന്നില്ല. എനിക്കും വലിയ സ്തോത്രമൊന്നും വേണം. ശരിയാകാതെ സ്തോത്രം പറയട്ടെ എന്നെടുക്കാൻ. ശ്രദ്ധിച്ചു കേട്ടെ. ഒരാഴമേറിയ വെളിപ്പാട് ദൈവം എന്നെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ആ മേഖല ജയിക്കണം, ജയിച്ചിട്ടേ പോകാവുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടെ. ഈ സുവിശേഷീകരണം ചെയ്യുമ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അന്യോന്യം സ്നേഹിക്കുമ്പോഴും കരുതുമ്പോഴും വിശ്വാസത്തെ ത്യജിക്കാതെ ജീവിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ അലസതകൾ ഉണ്ടായിരുന്നു. ആ അലസതകളെ നോക്കിയിട്ട് പൗലോസ് അവരെ ശാസിച്ചെന്ന വചനം പറയുന്നു. ചിലതിനൊക്കെ ഇരിപ്പ് കണ്ടാൽ അറിയത്തില്ല. ചിലതിനൊക്കെ ഇരിപ്പും ചിലതിനൊക്കെ പോക്കും ചിലതിനൊക്കെ വരവും കണ്ടാലേ അറിയാം ഭയങ്കര മടിയാ. ഒരു സ്തോത്രം പറയാൻ മടിയാ, കൈയടിക്കാൻ മടിയാ, ആരാധിക്കാൻ മടിയാ, പ്രാർത്ഥിക്കാൻ മടിയാ. ആ സ്ഥാനത്തൊന്ന് വഴക്കുണ്ടാക്കാൻ വിട്ടെ, ആ സ്ഥാനത്തൊന്ന് ബഹളം ഉണ്ടാക്കാൻ വിട്ടെ, എന്തെങ്കിലും പ്രശ്നത്തിന്റെ അകത്തോട്ട് ഇട്ടെ. നീ അതെല്ലാം പോട്ടെ, നുണ പറയാൻ വന്നിട്ട് എന്നാ പറച്ചിലായിരിക്കുന്നത്. സ്തോത്രം. അവര് ചെറിയ അലസത കണ്ടപ്പോ പൗലോസ് ശകാരിച്ചു. നിങ്ങളുടെ സുവിശേഷീകരണത്തിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും അലസത പാടില്ല. കാരണം ഒരു ദൗത്യം നിങ്ങളുടെ കിടക്കുന്നു. ഓ സ്വത്രം സ്വത്രം സ്വത്രം. നിങ്ങളുടെ സാക്ഷ്യത്തെ നിലനിർത്താനുള്ള കാരണങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് അലസതയില്ല. അലസത കേൾക്കി വന്നാൽ നിങ്ങളുടെ സാക്ഷ്യത്തെയൊന്നും ബാധിക്കും, നിന്റെ പ്രാർത്ഥനയൊന്നും ബാധിക്കും, നിന്റെ ആരാധനയൊന്നും ബാധിക്കും, നിന്റെ ഉപവാസ ജീവിതത്തെയൊന്നും ബാധിക്കും, നിന്റെ ശുശ്രൂഷയൊന്നും ബാധിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് അവരുടെ അലസ മനോഭാവങ്ങളുള്ള ഇടങ്ങളെ കണ്ടിട്ട് പൗലോസ് ശക്തമായി അവരെ ശകാരിച്ചു. അടുത്ത് എഴുതിയിരിക്കുന്നു, ദാനങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്ന ദാനങ്ങളെ നിങ്ങൾ ഉപയോഗങ്ങളിൽ കരുതണം. കണ്ടോ കണ്ടോ, സുവിശേഷീകരണം നടത്തുമ്പോൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, വിശ്വാസം ധരിക്കാതെ നിൽക്കുമ്പോ തന്നെ അലസ മനോഭാവങ്ങളെ കൊണ്ടിട്ട് നിന്റെ പ്രാർത്ഥനയെ കുറയ്ക്കുന്ന, നിന്റെ ആരാധനയെ നഷ്ടപ്പെടുത്തുന്ന മേഖലകൾ പൊങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശക്തമായി നിങ്ങളെ ശ്രമിക്കുന്നു. എന്നിട്ട് നിങ്ങളോട് പറയാനുള്ള നിർദ്ദേശം,
വിശ്വാസ ജീവിതത്തിന്റെ വ്യക്തിപരമായ വശങ്ങൾ. രണ്ട്, പ്രായോഗിക ജീവിതം. വിശ്വാസ ജീവിതത്തിന്റെ വ്യക്തിപരമായ വശങ്ങളും രണ്ടാമത്തത് പ്രായോഗിക ജീവിതവും എന്ന് പറഞ്ഞ് രണ്ട് തട്ടായി തിരിച്ചാണ് ഒന്നാം ലേഖനം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ വശങ്ങളിലും സാക്ഷ്യങ്ങളും ഇനി എന്നെ ദൈവം കാണിച്ച വെളിപ്പാട് ഞാൻ പറയാം. നിന്റെ സാക്ഷ്യത്തെ തകർക്കും എന്നും വെല്ലുവിളിക്കുന്ന ഒരു വെളിപ്പാടാണ് ദൈവം എന്നെ കാണിച്ചത്. അതൊരു പക്ഷം നിന്നിലൂടാവാം, അല്ലെങ്കിൽ നിന്നെയുമായി ചേർന്നിരിക്കുന്നവരിലൂടാകാം, നിന്റെ കുടുംബത്തിന്റെ അകത്താകാം. ഒരു വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു. സാക്ഷ്യത്തെ അടവടല പൊളിച്ചു കളയുന്ന പൈശാചിക പദ്ധതികൾ ഒരുക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്നവരെ മാറ്റി ദൈവം നിന്റെ വായിൽ വാക്ക് സാക്ഷ്യത്തെ ഇല്ലാതാക്കും. നിന്റെ ചിന്തകൾ സാക്ഷ്യത്തെ ഇല്ലാതാക്കും. നിന്റെ സ്വഭാവം സാക്ഷ്യത്തെ ഇല്ലാതാക്കും. എന്നോട് ആത്മാവ് പറയുന്നു, ആ കൊലങ്ങളെ പ്രവർത്തിക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങളെ വിശ്വാസം കുടുംബത്തിന്റെയും സാക്ഷ്യത്തെ സാക്ഷ്യത്തെ
പ്രബന്ധവേദി കൂടി അന്ധര ജഗൽഖരാതി യേശുവിൻ നാമത്തിൽ ചില കുടുംബത്തിന്റെ സാക്ഷ്യത്തിനെതിരെ, ചില വ്യക്തികളുടെ സാക്ഷ്യത്തിനെതിരെ പിശാചാകുന്നവൻ ഒരുക്കുന്ന ചില മേഖലകളെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ കണ്ടു. കണ്ടപ്പോഴാണ് ഈ ദൂതിനെ കർത്താവിനെ നയിച്ചത്. ഇന്ന് പലർക്കാര നീ എത്ര തുള്ളിയിട്ട് കാര്യമില്ല, നീ എത്ര അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല, നീ എത്ര പ്രസംഗിച്ചിട്ട് കാര്യമില്ല, നീ എത്ര പള്ളി പോയിട്ട് കാര്യമില്ല. സാക്ഷ്യം പോരാ, സാക്ഷ്യമായ ഭയം. സ്തോത്രം. അത് നിനക്കറിയത്തില്ലെങ്കിൽ അത് പിശാചിനറിയാം. ഈ ലോകത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടുമായിരിക്കാം, പണവും ബന്ധങ്ങളും ഉണ്ടെങ്കിൽ സ്ഥാനമാനത്തിൽ കയറിപ്പറ്റാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുമ്പോ തന്നെ കുറ്റം പറയാൻ ഒത്തിരി പേര് വെളിയിൽ കാണും. അവിടെ ഇരിക്കാൻ ഇവൻ എന്ത് യോഗ്യത. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സാക്ഷ്യമുള്ളവൻ ഒരു സ്ഥാനത്തെത്തിയില്ലേലും അവനെ കുറിച്ച് നല്ലത് പറയാൻ ആൾക്കാർ കാണും. ഒരാമയം പറഞ്ഞു. യേശുവിൻ നാമത്തിൽ വിശ്വാസ ജീവിതത്തിലെ വ്യക്തിപരമായ വശങ്ങളിലും പ്രായോഗിക ജീവിതത്തിലും നിങ്ങൾ കാത്തു സൂക്ഷിച്ച സാക്ഷ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളോടല്ല, തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറഞ്ഞു. നമ്മൾ ശരിയാകാറുണ്ടെന്ന് എനിക്കറിയാം. വ്യക്തിപരമായ ജീവിതങ്ങളുടെ വശങ്ങളിലും പ്രായോഗിക ജീവിതത്തിലും നിങ്ങൾ സൂക്ഷിച്ച സാക്ഷ്യം ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. രക്തജയം. നീ യാത്ര ചെയ്യുന്നിടങ്ങളിൽ സാക്ഷ്യം ഉണ്ടാവണം. നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സാക്ഷ്യം ഉണ്ടാവണം. നിന്റെ ദേശത്തിന്റെ അകത്ത് നിനക്ക് സാക്ഷ്യം ഉണ്ടാവണം. നിന്റെ സഭയ്ക്കകത്ത് നിനക്ക് സാക്ഷ്യം ഉണ്ടാവണം. നീ ജോലി ചെയ്യുന്നിടത്ത് നിനക്ക് സാക്ഷ്യം ഉണ്ടാകണം. നിന്റെ കൂട്ടുകാരുടെ ഇടയ്ക്ക് നിനക്ക് സാക്ഷ്യം ഉണ്ടാവണം. അല്ലാതെ പ്രാർത്ഥിക്കാൻ വരുമ്പോ ഒരു സാക്ഷ്യം, പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോ വേറെ സാക്ഷ്യം, ജോലിക്ക് പോകുമ്പോ വേറെ സാക്ഷ്യം. ഇന്ന് രാവിലെ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇതുപോലെ അവര് ബ്രദറുകാര് സ്വോത്രം, മാലയുണ്ട്, കമ്മലുണ്ട്, എല്ലാം ഉണ്ട്. അവരിടുവാണെ ഇട്ടോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഞാൻ അത് പറയാനല്ല, പള്ളിയിൽ പോകുമ്പോ ഇത് ഊരും. പള്ളിയിൽ പോകുമ്പോ ഇത് ഊരും. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇത് ഇടും. ഹലോ, ആഭരണം ഇടുന്നതിലും ഇടാതിരിക്കുന്നതിലൊന്നും ഞാൻ ആരെയും വിലക്കാറുമില്ല. ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചാൽ മാത്രം പറഞ്ഞു, അല്ലാതെ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കി. പക്ഷേ ഈ കാണിച്ചത് ശരിയാണ്, ഞാൻ ഈ പറഞ്ഞത് കാണിച്ചത് ശരിയാണ്. പള്ളിയിൽ പോകുമ്പോ ഊരും, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇടും. വിശ്വാസിയുടെ വീട്ടിൽ പോകുമ്പോ ഊരും, മാർക്കറ്റിൽ പോകുമ്പോ ഇടും. ഇത് ശരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യത്തെ ഭദ്രമായി സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ദൂത്. സൗകര്യമുള്ളവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. സാക്ഷ്യത്തെ ഭദ്രമായി സൂക്ഷിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത്.
ഇനിയും ഞാൻ എന്റെ ദൂതിലേക്ക് വരാം. തെസ്സലോനിക്ക സഭയുടെ സാക്ഷ്യത്തിന് 3 തലങ്ങളുണ്ട്. അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സാക്ഷ്യമാണ് പൗലോസ് ഏറ്റവും അധികമായി സന്തോഷിച്ചത്. അവരുടെ സാക്ഷ്യം അത് ഒരാളുടെ സാക്ഷിയല്ല, എല്ലാവരുടെയും സാക്ഷ്യം. അവരൊരു കെട്ടായി, അവരൊരു കൂട്ടമായി, എല്ലാവരുടെയും സാക്ഷ്യം. ആ സാക്ഷ്യത്തിന്റെ സൂക്ഷിപ്പ് പൗലോസിന്റെ ഹൃദയത്തിന് സന്തോഷം കൊടുത്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, എന്നെയുമായി ഒരു ആത്മബന്ധമുള്ള ഒരു സഹോദരൻ സഹോദരി നല്ല സാക്ഷ്യത്തിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കത് സന്തോഷം. അല്ല, എന്റെ അടുത്ത് വരുമ്പോ വലിയ വിശ്വാസിയും പുറത്തോട്ട് പോകുമ്പോ വേറെ രീതിയാണ് ഞാൻ അറിഞ്ഞാൽ എനിക്കത് ദുഃഖമാണ്. പൗലോസിന് ഇത് തന്നെ. അവരുടെ സാക്ഷ്യത്തെ അവർ ഭദ്രമായി സൂക്ഷിക്കുന്നു എന്ന് കണ്ടപ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ പ്രിയപ്പെട്ട നിങ്ങളോട് ഹല്ലേലൂയ ദൈവാത്മാവിൽ ആവശ്യപ്പെടുന്നു, സാക്ഷ്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നീ എവിടായിരുന്നാലും എങ്ങനായിരുന്നാലും ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നാലും ഹല്ലേലൂയ സ്തോത്രം, നിന്റെ സാക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വന്നാൽ നീ അതിനോട് ധൈര്യമായിട്ട് നോ പറയണം. അല്ലാതെ അതുമായിട്ട് ഇണചേർന്നിട്ട് ഹല്ലേലൂയ പിന്നീട് നഷ്ടപ്പെട്ടു പോയി പാട്ടേ എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് ഉണ്ടോ? ആരാധനയൊക്കെ ഏത് വഴി ചാലാപ്പള്ളിയിൽ നിന്ന് ഞാൻ വിളിച്ചോണ്ട് വരണമെന്ന് തോന്നുന്നില്ല. അവരുടെ സാക്ഷ്യത്തിന്റെ, തെസ്സലോനിക്ക സഭയുടെ സാക്ഷ്യത്തിന്റെ 3 വിധ തലങ്ങൾ പൗലോസിനെ ബോധ്യപ്പെട്ടപ്പോൾ അവർ സൂക്ഷിച്ച സാക്ഷ്യത്തിന്റെ ആ വില പൗലോസിന് മനസ്സിലായി. 3 കാര്യമാണ്. 1, സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം. തെസ്സലോനിക്ക സഭയുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം. 2, അവരുടെ സാക്ഷ്യത്തിന്റെ സ്വഭാവം. 3, അവരുടെ സാക്ഷ്യത്തിന്റെ അനന്തരഫലം. 1, അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം. 2, അവരുടെ സാക്ഷ്യത്തിന്റെ സ്വഭാവം. 3, അവരുടെ സാക്ഷ്യത്തിന്റെ അനന്തരഫലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഇതല്ല എന്നുള്ള സാക്ഷ്യം കൂടെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള സാക്ഷ്യങ്ങളാണ് കേൾക്കാറുള്ളത്. ചിലരുണ്ട് പറയാനൊന്നുമില്ല, ചുമ്മാ എഴുന്നേറ്റ് പറയും. ഈ ഒരാഴ്ച കാലം കർത്താവ് ഞങ്ങളെ നടത്തി, ക്ഷേമത്തോടെ നടത്തി, സന്തോഷത്തോടെ നടത്തി, എല്ലാം തന്നു നടത്തി, എല്ലാം ദൈവം ചെയ്തു, എല്ലാം പറഞ്ഞു. പക്ഷെ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഇത് തന്നെ എല്ലാ ഞായറാഴ്ചയും വന്നു. ഇങ്ങനെ വരുന്ന ഉടനെ ഒരു നല്ല സാക്ഷ്യം, വിടുതലിന്റെ നല്ല ഒരു സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന പല പുള്ളികൾക്കും സമയം എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല. ഒന്നുമില്ലാത്തവൻ അരമണിക്കൂർ എടുത്ത് സ്തോത്രം ഹല്ലേലൂയ എന്തെങ്കിലും ഒരു വിടുതലിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങി വന്ന് പലതിനും സമയം എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ചിന്തയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചു കേട്ടെ. 1, അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം. അത് 1-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് അതിന്റെ ഉത്തരം കിടക്കുന്നത്. 1:9 ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു.
അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ വായിച്ചത് 1:9. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്ന്, അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒന്നാമത്തെ കാര്യം, അവർ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അവിടെ അടങ്ങിരി, ഇവിടെ നോക്ക്, അവിടെ അടങ്ങിരി. ദൈവത്തിങ്കലേക്ക് എന്ത് ചെയ്തു? ഒന്നാമത്തെ കാര്യം, അവർ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. ഓ കൃപ! അവര് ദൈവത്തിങ്കലേക്ക്, കണ്ടോ? അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒന്നാമത്തെ ഒരു ഹല്ലേലൂയ പോയിന്റ് എന്ന് പറയുന്നത്, അവർ സത്യ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ സാക്ഷ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നമ്മൾ എങ്ങോട്ട് തിരിയും. നമ്മുടെ സാക്ഷ്യത്തെ നിലനിർത്തുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിൽ ഒന്നാണ് നമ്മൾ എങ്ങോട്ട് തിരിയണം. ദൈവത്തിങ്കലേക്ക് തിരിയണോ, ലോകത്തിലേക്ക് തിരിയണോ? ആത്മാവിന്റെ സ്വഭാവത്തിലേക്ക് തിരിയണോ, ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് തിരിയണോ? നമ്മൾ എങ്ങോട്ട് തിരിയണമെന്നുള്ളത് നമ്മുടെ സാക്ഷ്യത്തെ നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ സാക്ഷ്യത്തെ നിലനിർത്തി പോകണമെങ്കിൽ നിന്റെ ഹൃദയം എങ്ങോട്ട് തിരിയണമെന്ന് നീ ചിന്തിച്ചോണം. വേണ്ടാത്തടുത്തോട്ട് നിന്റെ ഹൃദയം തിരിഞ്ഞാൽ നിന്റെ സാക്ഷ്യം നഷ്ടപ്പെടും. എന്നാൽ തിരിയേണ്ടവന്റെ അടുത്തോട്ട് നിന്റെ ഹൃദയത്തെ തിരിച്ചാൽ നിന്റെ സാക്ഷ്യം നിറവേറ്റും. സ്വതന്ത്രം ചെയ്യുന്നു. അപ്പൊ ദൈവത്തിങ്കലേക്ക് അവർ തിരിഞ്ഞു എഴുതി. ദൈവത്തിങ്കലേക്ക് ഒരുവൻ തിരിയണമെങ്കിൽ ആദ്യം അവൻ പാപത്തിൽ നിന്ന് തിരിയണം. ഒരുവൻ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരണമെങ്കിൽ അവൻ ആദ്യം തിരിയേണ്ടത് പാപത്തിൽ നിന്നാണ്. പാപത്തിൽ നിന്ന് തിരിയണം. അവൻ എങ്ങോട്ട് തിരിയും? ദൈവത്തിങ്കലേക്ക്. യേശുക്രിസ്തു വേശ്യാവൃത്തി കാണിച്ച സ്ത്രീയെ പിടിച്ചപ്പോൾ യേശുക്രിസ്തു അവളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇനിയും മേലാൽ നീ പാപം ചെയ്യരുത്. അവിടം കൊണ്ട് അവളുടെ ജീവിതം ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. കണ്ടോ? അപ്പൊ അതുവരെ ദൈവത്തിങ്കലേക്ക് അവളെ തിരിയാതെ വണ്ണം അവളെ മുറുകെ പിടിച്ച ശക്തിയാണ് പാപത്തിന്റെ ശക്തി. പക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വചനം പറയുന്നു, യേശുക്രിസ്തു പാപം ചെയ്യരുതെന്ന് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ അവളിൽ നിന്ന് അഴിഞ്ഞത് പാപത്തിന്റെ വ്യാപാരമായിരുന്നു. പാപത്തിന്റെ വ്യാപാര ശക്തി അരിമനാഥന്റെ വാക്കിന്റെ മുമ്പിൽ അവളുടെ ഹൃദയത്തിൽ പാട പിടിച്ചു കിടന്നത് അഴിഞ്ഞു മാറിയപ്പോൾ ഹല്ലേലൂയ, അവൾ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ സാക്ഷ്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മളോട് ആത്മനിയോഗത്തോടെ ഉപദേശിക്കുന്ന വെളിപ്പാടാണ്. എങ്ങോട്ട് തിരിയണമെന്ന് നീ തീരുമാനമെടുക്കുന്നത് ശ്രദ്ധിക്കണം. ദൈവഹിതമില്ലാത്തടത്തോട്ട് നീ തിരിയരുത്. ദൈവഹിതമില്ലാത്തടത്തോട്ട് നിന്റെ ഹൃദയരുത്. സ്വത്രം ദൈവാത്മാവ് ശക്തമായി നമ്മളെ ഗുണദോഷിക്കുകയാണ്. എത്ര പേര് അത് ഏറ്റെടുക്കും? സ്തോത്രം. ഞാനൊന്ന് വെളിപ്പെടുത്താം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 4 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 7 വരെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം 4 മുതൽ. എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ
ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിങ്കലേക്ക് തിരിഞ്ഞു. കണ്ടോ? ഇസ്രായേലായ ദൈവത്തിങ്കലേക്ക് അവര് തിരിഞ്ഞന്വേഷിച്ചപ്പോൾ അവരവനെ കണ്ടെത്തി. അടുത്തത്, ആ കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലാതെ ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു. ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതി ജാതിയെയും പട്ടണം പട്ടണങ്ങളെയും തകർത്തു കളഞ്ഞു. ഇതാരോടാ പറയുന്നറിയാമോ? ദൈവത്തിങ്കലേക്ക് തിരിയാത്തവരോടാണ്. ദൈവത്തിങ്കലേക്ക് തിരിയാതിരുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ആത്മാവ് വന്നവരിലൂടെ ദൈവാത്മാവ് പ്രവചിച്ച ദൂതാണ്. പക്ഷേ അടുത്ത വാക്യം തിരിഞ്ഞവരോടാണ്. വായിച്ചേ, എന്നാൽ തിരിഞ്ഞ നിങ്ങൾ ധൈര്യമായിരിക്കും, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിങ്കലേക്ക് തിരിയാത്ത കാലത്ത് കഷ്ടങ്ങളാലും പീഡനങ്ങളാലും ജാതി ജാതിയോടും പട്ടണങ്ങളോടും എതിർത്ത് നിന്ന കാലഘട്ടത്തിന്റെ അകത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞവർ അവനെ കണ്ടെത്തിയപ്പോൾ അവർ പറയാൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞില്ല. അവരോട് പറയുന്നു, നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ നിങ്ങളുടെ സാക്ഷ്യത്തെ സൂക്ഷിക്കുന്നു. നിന്റെ പ്രവൃത്തി അതിനൊരു പ്രതിഫലമില്ലെന്ന് നീ ചിന്തിക്കരുത്. സാക്ഷ്യത്തെ സൂക്ഷിക്കുവാൻ ദൈവത്തിങ്കലേക്ക് ഹൃദയിച്ച ഏത് വിഷയത്തിലും നിന്റെ ധൈര്യം നഷ്ടപ്പെട്ടു, ഏത് വിഷയത്തിലും നിന്റെ മനസ്സുലയുന്ന, ഏത് വിഷയത്തിലും നീ ചഞ്ചലപ്പെട്ട് വന്നത് പറയുന്നു. അതിന്റെ നിനക്കൊരു മറുപടിയുണ്ട്. ശക്തമായി ഇടപെടുന്നു. ഏത് വിഷയത്തിന്റെ അകത്ത് നീ അധൈര്യപ്പെട്ടു വന്നത്, ഏത് വിഷയത്തിന്റെ അകത്ത് നിന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന്റെ അകത്ത് നീ തകർന്നിരിക്കുന്നത്, ദൈവാത്മാവിനോട് പറയുന്നു, സാക്ഷ്യത്തെ സൂക്ഷിക്കുന്ന നിനക്ക് വേണ്ടി അവൻ ധരിക്കാതിരിക്കത്തില്ല. ആ സാക്ഷ്യത്തെ സൂക്ഷിക്കുന്ന നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാതിരിക്കത്തില്ല. സാക്ഷ്യത്തെ സൂക്ഷിക്കുന്ന നിനക്ക് വേണ്ടി
എന്നോട് ദൈവാത്മാ പറയാ, സാക്ഷ്യത്തെ സൂക്ഷിക്കുന്നവർ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. അല്ലേ, രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും സാക്ഷ്യത്തെ സൂക്ഷിക്കുന്ന വ്യക്തിയോട് നിന്റെ കൈ കലർത്തിയ, നിന്റെ കൈ കലർത്തിയ നിനക്കൊരു പ്രതിഫലമുണ്ട്. നിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലമുണ്ട്. സ്തോത്രം സ്തോത്രം. കണ്ടോ, നിങ്ങള് അങ്ങനെ പറഞ്ഞേ. ആരോടാ അത് പറഞ്ഞേ? ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞവനോടാ പറഞ്ഞേ. നിങ്ങൾ ധൈര്യത്തോടിരിക്കും. ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞവനോടാ പറഞ്ഞേ, നിങ്ങൾ ധൈര്യത്തോടിരിക്കും. ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്, ചില വിഷയത്തിന്റെ അകത്ത് അധൈര്യപ്പെട്ട നീ വന്നിരിക്കുന്നേ, ചില വിഷയത്തിന്റെ അകത്ത് മനസ്സ് ചഞ്ചലപ്പെട്ട നീ വന്നിരിക്കുന്നേ, ചില വിഷയത്തിന്റെ അകത്ത് നിന്റെ മനസ്സ് സ്റ്റേബിൾ അല്ല, നിന്റെ ഹൃദയം സ്റ്റേബിൾ അല്ല. എന്ന പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സാക്ഷ്യത്തെ സൂക്ഷിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടോ? സാക്ഷ്യത്തെ സൂക്ഷിക്കുന്ന ഒരു ജീവിത വിശുദ്ധി നിനക്കുണ്ടോ? നിന്നോടാണ് ദൈവം പറയുന്നത്, നിന്റെ പ്രവർത്തിക്കാൻ പകരം തരും. ഓ ജീസസ്, ഹല്ലേലൂയ. യെശയ്യാവ് 53 അധ്യായം 6 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി, നമ്മൾ ഒരു കാലത്ത് അവർക്ക് തോന്നിയതിടത്തേക്ക് മനസ്സിനെ തിരിച്ചു. വായിച്ചു 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞു. എന്നാൽ യഹോവയായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. കണ്ടോ, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, എങ്ങോട്ട് തിരിയണമെന്ന് നമുക്ക് തീരുമാനം എടുക്കാം. ദൈവം അതിന്റെ അകത്ത് ഇടപെടത്തില്ല. പക്ഷേ താന്റെ വഴിക്ക് തിരിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. മറക്കരുത്, ഇനിയും താന്റെ വഴിക്ക് നടക്കരുത്. ഹല്ലേലൂയ. യിരെമ്യാവ് 8:6 ഒന്ന് വായിച്ചേ. വിലാപങ്ങൾ 3:39-40 ഒന്ന് എടുത്തു വെച്ചു. യിരെമ്യാവ് 8:6, വിലാപങ്ങൾ 3:39-40 എടുത്തു വെച്ചു. വിലാപങ്ങൾ 8:6 ഒന്ന് വായിച്ചു. യിരെമ്യാവ് 8:6. ഞാൻ ശ്രദ്ധ വെച്ചു കേട്ടു. അവർ നേര് സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെ കുറിച്ച് അനുതപിച്ചില്ല. ഓരോരുത്തൻ താന്റെ വഴിക്ക് തിരിയുന്നു. താന്റെ വഴിക്ക് തിരിയുന്നവനെ കുറിച്ച് പറയുന്ന കേട്ടോ. ഒന്ന് നേര്, ഈ താന്റെ വഴിക്ക് തിരിയുന്നവന്റെ ഗുണവിശേഷമായി എഴുതി വെച്ചിരിക്കുന്നു. സ്വോത്രമൊക്കെ പോയത് താന്റെ വഴിക്ക് തിരിയുന്നവന്റെ ഗുണവിശേഷം കേട്ടോണം. ഒന്ന് നേര്, വായെടുത്ത നുണയല്ലാതെ, വാ തുറന്നാൽ കള്ളമല്ലാതെ എന്ത് ചെയ്യത്തില്ല. ഈ വാ എടുത്ത കള്ളമല്ലാതെ പറയുന്നുണ്ടെന്ന് നോക്കിക്കോണം. എവിടൊക്കെയോ ഹൃദയം
താന്താന്റെ വഴിക്ക് തിരിയുന്നുണ്ട്. വീട്ടിലിരുന്നോണ്ട് പറയും, പാസേ ഞാൻ ഇന്ന സ്ഥലത്ത് ഇല്ല. എവിടെ ഇരുന്നോണ്ട് പറയും? വീട്ടിൽ ഇരുന്നോണ്ട്. അപ്പൊ നീ തന്നെ ചിന്തിച്ചോണം, എവിടെയോ എന്റെ ഹൃദയം എന്റെ വഴിക്ക് തിരിയുന്നു. ഇന്ന് പ്രാർത്ഥന വെക്കുന്നില്ലേ? ഇന്ന് വെക്കണ്ട. ഇന്ന് അത്യാവശ്യം ഒരിടം വരെ പോണം. ആ പറയുന്ന ദിവസം വീട്ടിൽ കാണും. അപ്പം താന്താന്റെ വഴിക്ക് തിരിയുന്നവനെ കുറിച്ച് ഇരമ്യാ പ്രവാചകൻ പറയുകയാണ്, ഒന്നവന് നേര് പറയത്തില്ല. നേര് പറയത്തില്ല. തുറന്ന എന്തേ പറയുന്നത്? തുറന്ന എന്നാളീ ഒരച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നമ്മുടെ എഴുമറ്റൂരുള്ളതാണ്, പക്ഷെ ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അച്ഛാ എന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോ അച്ഛൻ ഇങ്ങോട്ട് വരിക, ഞാൻ അങ്ങോട്ട് പോകുന്നു. പക്ഷെ അച്ഛൻ എന്നെ മനസ്സിലായില്ല. ഞാൻ ബൈക്കല്ല ഹെൽമെറ്റ് വെച്ചാ. പക്ഷെ ഞാൻ ഇന്ന് അവിടെ ഇല്ലാന്ന് പറഞ്ഞ പുള്ളി, ഞാൻ വണ്ടിയെ പോയപ്പോ പുള്ളി ഇങ്ങോട്ട് വരുന്നത് ഞാൻ. നല്ലൊരു സഹോദരൻ നമ്മുടെ മേത്താനത്തു നിന്ന് എഴുമറ്റൂരോട്ട് പോകുന്ന വഴി, അവനെ ഞാൻ ഇവിടെ ഇട്ട് കുടഞ്ഞതാ. സ്തോത്രം. ഞാൻ പറഞ്ഞ നിന്റെ പുകവലി നിർത്തിക്കോണം നീ. പക്ഷെ ഞാൻ വലിക്കുന്നൊന്നുമില്ല. നീ വലിക്കുന്നില്ലടാ, സത്യം പറയടാ. അങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് എനിക്ക് ഇവനെ സംശയം ഉണ്ടായിരുന്നു. ഇവൻ പറഞ്ഞെങ്കിലും എനിക്ക് ഇവനെ ഡൗട്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഉണ്ടോ? ഇല്ല പാസ്റ്റേ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവൻ എന്തെങ്കിലും ഉടായിപ്പുണ്ടെങ്കിൽ എന്റെ കണ്ണി മുമ്പിൽ അത് കാണിക്കണേന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ എഴുമറ്റൂര് എന്തോ എന്റെ മനസ്സിൽ തോന്നി, മേത്താനം വഴി കയറി. ഞാൻ മേത്താനം വഴി കയറി വന്നപ്പോ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, വിഗയുടെ ഹെൽമെറ്റാ. അത് വെച്ച അകത്തിരിക്കുന്നവരാരാന്ന് കാണുന്നത്. അത് വെച്ച് ഞാൻ വരുന്നുണ്ട്, ഇവൻ പുകച്ചോണ്ട് വരിക. സ്വത്രം. ഹല്ലേലൂയ. ഇവന്റെ മുമ്പേ പുക പോകുന്നുണ്ട്. ഈ ട്രെയിനിന്റെ മുമ്പ് കൊണ്ടേ കൂടെ പുക പോകുന്നു, ഇവന്റെ മുമ്പേ പുക പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഏതായാലും ഞാൻ ദൈവത്തോട് ചോദിച്ച കാര്യം ദൈവം എന്നെ കാണിച്ചു. അപ്പോ നാവെടുത്ത എന്ന് പറയത്തില്ല. ഇനി കള്ളം പറയുമ്പോ സൂക്ഷിച്ചോ. എനിക്കറിയാം ഇതിനകത്ത് കള്ളം പറയുന്നവരൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ എന്താ വിചാരിച്ചേ? കൈ വെച്ചു എന്ന് പറയുന്നില്ല. ദൈവം എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. റൂമിലിരിക്കുന്നവരൊന്നും നെട്ടവട്ടെന്ന് വിചാരിക്കും. ചെറിയതാണെങ്കിലും കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിന്തിച്ചോണം, ഹല്ലേലൂയ, കള്ളം പറഞ്ഞു തുടങ്ങുമ്പോ ചിന്തിച്ചോണം, ഹൃദയം തിരിയുന്നുണ്ട്. സാക്ഷ്യത്തിന് അപകടമാണ്. അടുത്ത പോലെ വായിച്ചേ. നേര് പറയത്തില്ല. അടുത്ത അവൻ നേര് സംസാരിച്ചില്ല. അടുത്ത അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെ കുറിച്ച് അനുതപിച്ചില്ല. കണ്ട, കാണിക്കാൻ പറ്റുന്ന എല്ലാ കുരുത്തക്കേടും കാണിച്ചിട്ട് പറയാ, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ പോലെ പാവം വേറെ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എടാ, നിന്റെ ഭാഗത്ത് എന്തേലും വീഴ്ച വന്നാൽ അത് നീ ഏറ്റെടുക്കണം. അത് ദൈവത്തോട് ക്ഷമ ചോദിക്കണം, നിരപ്പ് പ്രാപിക്കണം. സ്തോത്രം. കണ്ടോ, ചെയ്തു കൂട്ടിയിട്ട് പറയുക, ചെയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ചെയ്യാത്ത പോലെ അഭിനയിക്കുന്നു.
അപ്പോ തെറ്റുകളെ മറയ്ക്കുന്നുണ്ടെങ്കിൽ, വീഴ്ചകളെ മറയ്ക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം എവിടെയോ തിരിയുന്നുണ്ട്. ഈ ചിലരെ ഈ പടക്കം പൊട്ടിക്കുന്ന, അല്ലെങ്കിൽ ഈ വലിയ വലിയ നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിലൊക്കെ കാണത്തില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? ഈ പടക്കം പൊട്ടിക്കുന്ന ഒത്തിരി പേര് ഇവരെ പോലെ ചിലര് ഇവരെ പോലെ, അവരെ പോലെ ചിലര് ഇതെല്ലാം നിറച്ചിട്ട് സമയമാകുമ്പം ഈ സംഭവം എന്ത് ചെയ്യാം? തിരി കൊളുത്തുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ ചില വിശ്വാസികൾ ഇന്ന് മാനസാന്തരപ്പെട്ടോണം അതിനായി പറയുന്നത്. അപ്പൊ ഈ പുള്ളി നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു ബീഡി വലിച്ചോണ്ട് നിൽക്കുന്ന കാണാം. കണ്ടിട്ടില്ലേ? ഒരു ചെറിയ സിഗരറ്റ് അല്ലത്, മറ്റേ ചെറിയ ബീഡിയ, അതും വലിച്ചോണ്ടിങ്ങനെ പുകച്ച് നിൽക്കുന്ന കാണാം. അപ്പൊ എല്ലാരും ഇതിങ്ങനെ പൊട്ടുന്ന കാണാൻ വേണ്ടി നോക്കി നിൽക്കുക. സമയമാകുമ്പോ പുള്ളി അതുവഴി ഇങ്ങനെ പോയിട്ട് ഈ വലിച്ചോണ്ടിരിക്കുന്ന സാധനം എന്ത് ചെയ്യും? ഒന്ന് കൊണ്ടുപോയി മുട്ടിക്കും. ആരും അറിയത്തില്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്ന കോലാഹലവും, ശരിയാണോ? ആരോട് ശരിയാണോ അവിടെ ഉണ്ടാകുന്നത്? പുള്ളിയുടെ പോക്ക് ഇതെല്ലാം ഒപ്പിച്ചു വെച്ച ആരാ? പക്ഷെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. നമ്മളെ നോക്കുമ്പോ ഇതിങ്ങനെ വലിച്ചോണ്ടിരിക്കുക. കുറച്ച് സമ്പന്ന ആ വഴിക്ക് പോയി ചെറുതായിട്ടൊന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ചിലത് എല്ലാം ഒപ്പിച്ചു വെക്കും. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. സ്തോത്രം. ഉരുക്കൊപ്പിച്ച് വെച്ചിട്ട് പാവത്താൻ കളിച്ചിരിക്കുകയാണ്. ചെയ്ത കുറ്റം മറച്ചു വെച്ചിരുന്ന നീ ചിന്തിച്ചോ, നിന്റെ ഹൃദയം തിരിയുന്നു. അത് സാക്ഷ്യത്തിന് അപകടമാണ്. നിന്റെ സാക്ഷ്യത്തിന് അപകടമാണ്. സ്തോത്രം. എന്താ പോലെ വിലാപങ്ങള് ഏതുപോലെ വിലാപമാകുമോ? 3:39. മനുഷ്യൻ നെടുവീർപ്പിടുന്നത് എന്ത്? ഓരോരുത്തൻ താന്താന്റെ നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കൽ തിരിയുക എന്ന് വെച്ചാൽ നിന്റെ നടപ്പിനെ നീ ശോധന ചെയ്ത് യഹോവയുടെ തിരിയണം. സ്തോത്രം. നമ്മൾ വെക്കുന്ന കാൽപാദങ്ങളിൽ പ്രിയപ്പെട്ടവരെ അത് ശോധന ചെയ്യേണ്ട ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ശോധന ചെയ്യട്ടെ. നീ പോകുന്ന വഴികൾ നീ ശോധന ചെയ്യട്ടെ. നീ ഇടപെടുന്ന ഇടങ്ങൾ ശോധന ചെയ്യട്ടെ. എന്നിട്ട് നീ ഒന്ന് വിലയിരുത്ത്. നിന്റെ സാക്ഷ്യത്തിന് അപകടമാണ്. അപ്പോ ഒന്ന്, അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒന്നാമത്തെ കാര്യം, അവർ യഹോവയിലേക്ക് തിരിഞ്ഞു, ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു. 2, അവര് ജീവനുള്ള ദൈവത്തെ സ്നേഹിച്ചു. എന്ന് വെച്ചാൽ അതിനു മുമ്പ് അന്യ വിഗ്രഹങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കുന്ന സ്വഭാവത്തിന് അങ്ങനെ ജീവിച്ചു പോയ അവർ സുവിശേഷത്തിന്റെ പ്രകാശനം അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജീവനുള്ള ദൈവത്തെ സേവിക്കേണ്ടതിന് വിട്ടുകൊടുത്തു.
കണ്ടോ, അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കമാ. അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കമാണ്. അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കമാണ്. സ്തോത്രം. 10 പേര് കേൾക്കുന്ന 4 നല്ല പ്രസംഗം പ്രസംഗിച്ചു എന്നുള്ളതല്ല അവരുടെ സാക്ഷ്യം. വെള്ളം ഇട്ടു എന്നുള്ളതല്ല അവരുടെ സാക്ഷ്യം. പാരമ്പര്യ വിശ്വാസികളാണ് എന്നുള്ളതല്ല അവരുടെ സാക്ഷ്യം. അവരുടെ സാക്ഷ്യം ഒന്ന്, അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു. അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കമാണ്. അല്ലാതെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നതൊന്നുമല്ല സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി നീ 10,000-ഓ 10,000-ഓ കൊടുത്തെങ്കിൽ അതല്ല സാക്ഷ്യം. അതൊക്കെ വലിയ സാക്ഷ്യം പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ദൂരങ്ങളാണ്. കോഴഞ്ചേരിയിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, കറിയാച്ചൻ. അച്ഛൻ ദൈവസഭയ്ക്ക് വേണ്ടി 3,743 രൂപ ആലയം പണിക്ക് വേണ്ടി കൊടുത്തു. 3,740 ഇപ്പോഴല്ല, പണ്ട, അന്നൊക്കെ വിലയുണ്ട്. 3,743 രൂപ സഭയ്ക്ക് വേണ്ടി, ആലയം പണിക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തു. പുള്ളി എന്നിട്ട് എപ്പോഴും വിളിച്ചു പറയും, 3,743 രൂപ ഞാൻ ഈ ആലയത്തിന് വേണ്ടി കൊടുത്തു. എന്തെങ്കിലും പറയുമ്പോ 3,743 രൂപ ഞാൻ ഈ ആലയത്തിന് വേണ്ടി കൊടുത്തു. എത്ര പറ? 3,743. സ്വതന്ത്രം. ഒരിക്കൽ കറിയാച്ചൻ കിടന്ന് ഉറങ്ങുമ്പോ സ്വപ്നം കണ്ട് സ്വർഗത്തിൽ പോന്നു. സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്നപ്പോ കറിയാച്ചൻ അവിടെയും പറഞ്ഞു, 3,743 രൂപ ഞാൻ അവിടെ ആലയത്തിന് കൊടുത്തു. ഉടനെ പ്രായമുള്ള ഒരു മനുഷ്യൻ വരിക. പ്രായമുള്ള ഒരു മനുഷ്യൻ സ്വപ്നം കാണുക. പ്രായമുള്ള മനുഷ്യൻ വരിക സ്വർഗത്തിന്റെ കവാടത്തിലാണ്. അപ്പൊ ചോദിച്ച്, ആരാന്ന് ചോദിച്ചു. ഞാന് കോഴഞ്ചേരി കറിയാച്ചനാണ്. കോഴഞ്ചേരി കറിയാച്ചനാ ഞാനെന്ന് പറഞ്ഞു. സ്വതന്ത്രം. എന്നെ 3,743 രൂപ കൊടുത്തിട്ട് വന്നേന്ന് പറഞ്ഞു. എങ്ങോട്ട് കയറാനാ? സ്വർഗത്തിലോട്ട് കയറാനാ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ, ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞ, ഞാൻ ശലോമോൻ. ആലയം ഏതാ? എരിശിലെ ആലയം പണിത ഞാൻ പുറത്തേക്ക് 3,743 രൂപ കൊടുത്തവൻ കയറാൻ വേണ്ടി സ്വപ്നം കണ്ടതാ. സ്വപ്നം. എന്നിട്ട് ആ 100 രൂപ കൊടുത്തിരിക്കുന്നവന്റെ ജാടക. സ്തോത്രം. ഇപ്പൊ അങ്ങ് എത്തുമെന്ന്. എടാ, ഇതൊന്നും അല്ല സാക്ഷ്യം. അതിനാ ഞാൻ ഈ സഭയെ ദൈവാത്മാവ് എടുത്ത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, അന്യോന്യം സ്നേഹിക്കുകയും സഹായിക്കുകയുമുണ്ട്. പക്ഷേ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം കൊണ്ട് ഒന്ന്, നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിഞ്ഞു. 2, നിങ്ങൾ അന്യ വിഗ്രഹങ്ങളെ വിട്ടിട്ട് ജീവനുള്ള ദൈവത്തെ സേവിച്ചു. 3-ാമത്തെ സാക്ഷ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം, നിങ്ങൾ വിശ്വസിച്ച കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം ജീവിക്കുന്ന, നിങ്ങൾ സേവിക്കുന്ന, നിങ്ങൾ അറിഞ്ഞ കർത്താവിന്റെ വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. ആമേൻ പറഞ്ഞേ. സ്തോത്രം. അതാ അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം. അവരുടെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം അതായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ രക്ഷിക്കപ്പെട്ടു. അവര് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഒപ്പം കർത്താവിന്റെ വരവിന് വേണ്ടി അവർ പ്രത്യാശയോടെ ഒരുങ്ങി കാത്തിരുന്നു. നിന്റെ സാക്ഷ്യത്തിന്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് വരവിലെടുക്കപ്പെട്ടവർക്ക് സാക്ഷ്യത്തെ സൂക്ഷിക്കണം. വരവിലെടുക്കപ്പെട്ടവർക്ക് സാക്ഷ്യത്തെ സൂക്ഷിക്കണം. എന്തുവല്ല നമ്മുടെ സാക്ഷ്യത്തെ തിരിച്ചറി. ദൈവം കാണിച്ച വെളിപ്പാടുകൾ തിരിച്ചറി. പിശാച് എന്തിനാ നമ്മുടെ സാക്ഷ്യത്തെ തകർത്തുകളയുമെന്ന് വെല്ലുവിളിക്കുന്നു. നിനക്ക് ജാഗോരം കിട്ടുമെന്നുള്ളത് പ്രവചനം നിവർത്തിയാകാതിരിക്കുന്നത്. നിന്റെ സാക്ഷ്യത്തെ അവരില്ലോ എന്ന് ശ്രമിക്കുന്നത്. 2 നില ബംഗ്ലാവ് കിട്ടുമെന്നുള്ള പ്രവചനം ജീവിതത്തിൽ നടക്കാതിരിക്കാനാണോ? ഗവൺമെന്റ് ജോലിയിൽ ഇന്ന പോസ്റ്റിൽ നീ എത്തും, ഇന്ന രാജ്യത്ത് നീ എത്തുമെന്നുള്ള പ്രവചനം നടക്കാതിരിക്കാനാണ്. അല്ലെന്ന് നിന്റെ സാക്ഷ്യത്തെ ഇല്ലാതാക്കാൻ അവൻ നോക്കുന്നത്. വരവിൽ നീ പ്രവർത്തികൾ അവന്റെ വരവിനായി നീ ഒരുങ്ങുക. വെളിപ്പാടത്തവർക്ക് മനസ്സിലായി. ഇന്ന് പകല കേട്ട അടികളെ, ഇന്ന് പകല ആധിപത്യം അടികളെ, സാക്ഷ്യത്തിന് വിരോധമായി പിശാചെടുക്കുന്ന വേദന ഈ ലോകത്തിലെ പ്രവചനങ്ങൾ പറയാനല്ലേ. അവിടുത്തെ വരവിന് വേണ്ടി നീ ഒരുങ്ങുന്നത്. അവിടുത്തെ വരവിന് വേണ്ടി നീ ഒരുങ്ങുന്നത്. ജീവിതത്തിൽ അടിഞ്ഞു മാറുന്നു. ജീവിതത്തിൽ
ആ ആധിപത്യത്തിന്റെ അവകാശങ്ങളുടെ ത്യാഗം Buddha, Mada, Thaya, Dada, Adaka, Mada, യേശുവിന്റെ നാമത്തിൽ ദൈവം ചില വിടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. ശക്തമായി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സാക്ഷ്യത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യം, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നു, അതിലുപരി ആ ദൈവത്തിനായി നിങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുന്നു. അത് കണ്ട അപ്പോസ്തലനായ യോഹന്നാൻ നിങ്ങളുടെ സാക്ഷ്യത്തെ അഭിനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഇതിനൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. കുടുംബത്തിന്റെ അകത്ത്, ജോലിസ്ഥലത്തകത്ത്, നീ നിൽക്കുന്ന സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിന്റെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രത്തെ, അതിന് വാക്കുകളിലൂടെ വരുന്ന, പ്രവർത്തികളിലൂടെ വരുന്ന, ഇടപെടലിലൂടെ വരുന്ന, സാഹചര്യങ്ങളിലൂടെ വരുന്ന ആ അനുഭവങ്ങളിലെ തമ്പുരാനികൾ തൊടാതെ അതാണ് സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം. രണ്ട്, സാക്ഷ്യത്തിന്റെ സ്വഭാവം. രണ്ടും മൂന്നും കാര്യം വേഗത്തിൽ പറഞ്ഞു വിടുക, സമയം പോയി. 1-ാം അധ്യായം 6-ാം വാക്യം എന്ന് വായിച്ച തെസ്സലോനിക്ക 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഞങ്ങൾക്കും വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും നിങ്ങൾ അനുകാരികളായി തീർന്നു. എന്താ അവരുടെ സാക്ഷ്യത്തിന്റെ സ്വഭാവം, ഉള്ളടക്കം മനസ്സിലായല്ലോ.
അവരുടെ സാക്ഷ്യത്തിന്റെ സ്വഭാവം എന്താ? കഷ്ടതയുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും പീഡനങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും അവര് സുവിശേഷത്തെ സ്വീകരിച്ചു. അവര് സുവിശേഷത്തെ കാത്തു പരിപാലിച്ചു. അവര് സുവിശേഷത്തിന് വില കൊടുത്തു. രണ്ട്, അവരുടെ സന്തോഷം ഈ ലോകം കൊടുത്ത സന്തോഷമല്ല, പരിശുദ്ധാത്മാവ് നൽകിയ സന്തോഷം. എനിക്കത് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആർജം. കണ്ടോ നിങ്ങള്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ലഭിച്ച സന്തോഷത്തിലും സുവിശേഷത്തിന്റെ സ്വീകാര്യതയിലും അവരവരുടെ സാക്ഷ്യത്തിന്റെ സ്വഭാവം തമ്മിൽപ്പെടുത്തി. ഒരു പനി വന്ന 100 കുറ്റം പറഞ്ഞു. നീ എങ്ങനെ സാക്ഷ്യത്തിന്റെ സ്വഭാവത്തെ കാത്തു സൂക്ഷിക്കുന്നു? നീ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു? ഞങ്ങൾ ആർക്കും ഒരു ദോഷം എന്തെങ്കിലും വന്നാല് ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് മാത്രം ദോഷം. ദൈവം ഇതൊന്നും കാണുന്നു. ദൈവം ഇതൊന്നും എന്തേലും വന്ന 100 കുറ്റം പറയുന്നവനാ. അയ്യോ, അവന്റെ സാക്ഷ്യം പറച്ചിലും സാക്ഷ്യത്തിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കും. പൗലോസ് ഇവരുടെ സാക്ഷ്യത്തിന്റെ സ്വഭാവം എപ്പോഴാ പറഞ്ഞേ? കഷ്ടതയിലും പ്രതിസന്ധികളുടെ നടുവിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തെ വിലയുള്ളതായി കണ്ട് കർത്താവിനും ഞങ്ങൾക്കും നിങ്ങൾ അനുകാരികളായി തീർന്നു. എന്ന് വെച്ചാ അറിഞ്ഞ സത്യത്തിൽ നിന്ന് പുറകോട്ട് പോയില്ലെന്ന്. പീഡനങ്ങൾ വരട്ടെ, മരണങ്ങൾ സംഭവിക്കട്ടെ, പ്രതികൂലങ്ങൾ ഉണ്ടാവട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാവട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് വലുത് ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം. പ്രിയ സഹോദരൻ സനൂപ്, ഒരു പ്രാവശ്യം അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസേ, ഒരു പ്രതിസന്ധിയില്ല, ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ നിൽക്കുന്നിടത്ത് നീ നിൽക്കുക, ദൈവം നിന്നെ അവിടെ മാനിക്കും. നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറഞ്ഞു. സ്വന്തം ഞാൻ പറയട്ടെ, ആ സമയത്ത് അവൻ ഏകനായിരുന്നു, ഒറ്റയ്ക്കുള്ളായിരുന്നു സ്വന്തം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്കിനെ അനുസരിച്ച് അവൻ അവിടെ നിന്നു. സ്വത്രം കൃപയാൽ ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഹല്ലേലൂയ. കഷ്ടത വരും, പ്രതിസന്ധി വരും, പ്രതികൂലം വരും. സാക്ഷ്യത്തിന്റെ സ്വഭാവം തെസ്സലോനിക്ക സഭ കാണിച്ചു തരുന്നു. ഇതിന്റെ നടുവിൽ ഞങ്ങൾ ആത്മാവിൽ സന്തോഷിക്കും. ഈ കഷ്ടതയുടെ നടുവിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഞങ്ങൾ ആത്മാവിൽ സന്തോഷിക്കുന്നു. പൗലോസൊക്കെ കഷ്ടത അനുഭവിച്ചിട്ടും അവസാനത്തെ നാളിൽ ഞാൻ നല്ലപോൽ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയാനൊക്കെയുള്ള കാരണം ഈ കഷ്ടതയൊന്നും വലുതായി കണ്ടില്ല. ആ കഷ്ടതയുടെ നടുവിൽ കാരാഗ്രഹത്തിൽ കിടന്നപ്പോ എഴുതി, കർത്താവിൽ സന്തോഷിച്ചോണം. നിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേദനയുണ്ട്, നീ സ്വർഗത്തോട് പറയുക. പുറമെ നീ ചിരിച്ചോണം, ആത്മാവിൽ നീ സന്തോഷിച്ചോണം. ഈ കഷ്ടതയും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും എന്റെ സാക്ഷ്യത്തിന്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല. അങ്ങനെ വല്ല ചിന്ത പിശാചേ എത്ര കഷ്ടത വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും മരിച്ചാലും നിന്ദിച്ചാലും പരിവർത്തിച്ചാലും എനിക്ക് വിഷയമല്ലെന്ന് എന്റെ സാക്ഷ്യത്തിന്റെ സ്വഭാവം ഞാൻ ത്യജിക്കുന്നില്ല.
അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയാമോ? വചനം പഠിപ്പിക്കുന്നു, അവരെ ഉപദ്രവിക്കാൻ വന്നവർ രൂപാന്തരപ്പെട്ടു. അവരെ ഉപദ്രവിക്കാനും കയ്യേറ്റം ചെയ്യാൻ വന്നവർ പോലും അവരുടെ വിശ്വാസത്തിന്റെയും സാക്ഷ്യത്തിന്റെയും സ്വഭാവത്തിന്റെ തീഷ്ണതയും തീവ്രതയും കണ്ടിട്ട് പലരും ഇതിന്റെ അകത്ത് ചേർന്നു. രാമേ പറയും, ഇതിന്റെ അകത്ത് ചേർന്ന് കണ്ടോ, വ്യാപരിച്ച ദൈവശക്തി കണ്ടോ. സാക്ഷ്യം, ഹല്ലേലൂയ, സാക്ഷ്യത്തിന്റെ സ്വഭാവം ഭദ്രമായി സൂക്ഷിക്കുന്ന ദൈവവൈദ്യരാണെങ്കിൽ ഉറപ്പ് ഞാൻ പറയാ, നിനക്കെതിരെ നിൽക്കുന്നവൻ നിന്റെ കൂടെ നിൽക്കും. ആ ഒരു കാലം വരുന്നു. പ്രാർത്ഥിക്കുക. ഈ കഷ്ടതയുടെ പീഡനത്തിന്റെ നടുവിലെല്ലാം അവരറിയിച്ച സുവിശേഷം ചരിത്രം പഠിപ്പിക്കുന്നു, ഗ്രീസ് റോമും മുഴുവനും ഒരാമയം പറഞ്ഞേ അടിക്കാൻ വന്നവനെ തിരിച്ചടിച്ചല്ല അത് പരന്നത്. കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നടുവിൽ സാക്ഷ്യത്തിന്റെ സ്വഭാവത്തെ കാത്തു സൂക്ഷിച്ചപ്പോൾ അവര് വാരി വിതറിയ സുവിശേഷം, പ്രിയപ്പെട്ടവരെ, അത് റോം മുഴുവനും വ്യാപരിച്ചു, ഗ്രീസ് മുഴുവനും വ്യാപരിച്ചു. അമേരിക്കയെ മരിച്ച ചാർലിയെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ, ചാർലിയെ കുറിച്ച് നമുക്കറിയാം. 4 വർഷം പഠിക്കേണ്ട കോഴ്സ് 1 വർഷം കൊണ്ടാണ് പഠിച്ചു തീർത്തത്. എന്നിട്ട് പറഞ്ഞു, ബാക്കി സമയം കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യണം. 3 വർഷം കളയാനില്ല. യൂണിവേഴ്സിറ്റിയിൽ ഹല്ലേലൂയ സ്തോത്രം സ്റ്റുഡൻസ് ഇരിക്കുമ്പോൾ അവരുടെ നടുവിൽ ചെയറിട്ടിട്ട് 1 വർഷം മാത്രം പഠിച്ച് ഹല്ലേലൂയ ബിരുദം പ്രാപിച്ചവൻ അതിന് നടുവിൽ ഇരുന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം അവരോട് പറയും, നിങ്ങൾ എന്ത് ചോദിച്ചോ ഞാൻ പറഞ്ഞോളാം. ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞു. 4 വർഷം പഠിക്കാത്തവൻ ഹല്ലേലൂയ എന്ത് പറയണമെന്ന് അറിയാതെ മാറി നിന്നപ്പോൾ 1 വർഷം മാത്രം പഠിച്ചവൻ കാര്യം പറഞ്ഞു. അവിടെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനവും വചനത്തിന്റെ സത്യവും. ചാർലിക്കൊറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, അമേരിക്ക ഹല്ലേലൂയ ബൈബിളിലേക്ക് തിരിഞ്ഞു വരണം, ബൈബിളിന്റെ സത്യത്തിലേക്ക്, ബൈബിളിന്റെ ഉപദേശത്തിലേക്ക് വഴിവിട്ട ജീവിതം നയിക്കുന്ന US തിരിഞ്ഞു വരണം. അതായിരുന്നു ചാർലി ആഗ്രഹം. അദ്ദേഹം ഓരോ ഇടത്തും ഹല്ലേലൂയ യുവജനങ്ങളെ കൂട്ടി അവിടെ അദ്ദേഹം വിത്ത് വിതറിയിട്ട് അദ്ദേഹം പോകും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ അദ്ദേഹം പോകുമ്പോ ഈ ബാക്കിയുള്ള സ്റ്റുഡൻസ് അത് പരന്നു. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ, അവര് പരത്തു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഭാഗം അല്ലെങ്കിൽ ഞാനിങ്ങനെ അത് കേട്ടപ്പോൾ, ഞാനത് മനസ്സിലാക്കിയപ്പോൾ, അങ്ങനെ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം അനേകം നേടി. കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ ശരിയാണല്ലോ, അദ്ദേഹത്തിന്റെ ഞാൻ ആ യൗവനക്കാരനോട് ക്ഷമിക്കുന്നു. ഇത് കേട്ട ജനം കണ്ണുനീരോടാ കൈയടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അന്ന് അവിടെ കൂടിയവരിൽ 60,000 പേര് ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞെന്ന്.
ഒരാമയം നിങ്ങൾക്ക് പറയാമോ? ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ അവിടെ വന്നതിൽ 60,000 പേര് ഈ മാർഗത്തിലേക്ക് തിരിഞ്ഞു വന്നു. ചാർലി പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു വന്നു. ഇന്നലകളിൽ ജീവിച്ച ജീവിതത്തെ ത്യജിച്ചിട്ട് ചാർലി വിതറിയ സുവിശേഷം അദ്ദേഹത്തിന്റെ ഹല്ലേലൂയ മരണ ചടങ്ങിൽ, ആ ഫ്യൂണറൽ സർവീസിൽ തന്റെ ഭാര്യ അവിടെ നിന്ന് ഞാൻ ആ മനുഷ്യനോട് ക്ഷമിക്കുന്നു എന്ന് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് ആ സഹോദരി വിളിച്ചു അവിടെ അവിടുത്തെ മീഡിയ പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നേടിയതിനെക്കാട്ടിലും അദ്ദേഹം മരിച്ചപ്പോഴാണ് നേടിയത്. ഒരാമയം പറയാമോ? ഒരാമയം പറയാമോ? സാക്ഷ്യത്തെ ഭദ്രമായി സൂക്ഷിച്ചാൽ നീ വിതറിയത് വ്യാപരിക്കുമെന്ന്. സാക്ഷ്യത്തെ ഭദ്രമായി സൂക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ വിതറുന്നത് വെറുതെ പോകത്തില്ല. സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുന്നവൻ വിതറുന്നത് വെറുതെ പോകത്തില്ല. അത് ചെല്ലേണ്ട മേഖലകളിലല്ല. ആ വചനം ചെല്ല്, ആ വചനം പ്രവർത്തിച്ച്, ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുക. ബുധനാഴ്ച മീറ്റിംഗ് അത്യാരിൽ ഒരു ചെറിയ ഭവനത്തിന്റെ തണലിരുന്ന് ഞാനിത് വിളംബരം ചെയ്യുന്നതെങ്കിലും എന്റെ സാക്ഷ്യത്തെ ഞാൻ സൂക്ഷിക്കുന്നയാളാണെങ്കിൽ അത് പലയിടത്തും ആ വചനം വ്യാപരിക്കുമെന്ന്. ഇവിടെ കൊണ്ട് ആ വചനം നിൽക്കത്തില്ല, അത് പല മേഖലകളിലും ആ വചനം വ്യാപരിക്കും. അതാ പറഞ്ഞു വന്നത്. സാക്ഷ്യത്തെ അവർ സൂക്ഷിച്ചപ്പോൾ തെസ്സലോനിക്കെ കൊണ്ട് നിന്നില്ല, ഗ്രീസിലും റോമിലും പട്ടണത്തിലെല്ലാം ആ വചനം ശക്തമായി വ്യാപരിച്ചു. അതാണ് അവരുടെ സാക്ഷ്യത്തിന്റെ സ്വഭാവം. അവരുടെ സാക്ഷ്യത്തിന്റെ അനന്തര ഫലമാണ് 1:7 നമ്മൾ വായിച്ചത്. നിങ്ങൾ മാതൃകയായി തീർന്നു. എല്ലാവർക്കും നിങ്ങൾ എന്തായി? മാതൃകയായി തീർന്നു. കണ്ടോ? ആ കൊച്ചു സഭയുടെ സ്വാധീനം ആ പട്ടണത്തിൽ മാത്രമല്ല, എല്ലായിടത്തും റോമിലും ഗ്രീസിലും എല്ലാം എത്തി. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, അല്ലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതല്ല, അത് പകരപ്പെടുന്നതാണ്. എത്ര പേർക്ക് ആ വെളിപ്പാട് മനസ്സിലായി? ക്രിസ്ത്യാനിത്വം, യഥാർത്ഥ ക്രിസ്ത്യാനിത്വം, സാക്ഷ്യമുള്ള ക്രിസ്ത്യാനിത്വം, അത് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, അത് പകരപ്പെടുന്നതാണ്. സ്വർഗത്തിലെ ദൈവം അത് പകർന്നു കൊടുക്കുന്നതാണ്. പകർന്നകത്ത് പ്രാപിച്ചവനെ അത് സൂക്ഷിക്കാൻ കഴിയുള്ളൂ. തെസ്സലോനിക്ക സഭ അത് സൂക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ, തെസ്സലോനിക്ക ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയേ, അവർ ശക്തിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവിടെ എല്ലാവരും ശക്തിപ്പെട്ടു. അവര് ജ്വലിച്ചപ്പോൾ ആ മേഖലകളെല്ലാം ജ്വലിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് പകലൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. അല്ല, സാക്ഷ്യത്തെ സൂക്ഷിക്കുന്ന നീ ശക്തിപ്പെട്ടാൽ ഹല്ലേലൂയ പലരും ശക്തിപ്പെടും. നീ ആത്മാവിൽ ജ്വലിച്ചാൽ ആ ജ്വലനം പല മേഖലകളിലും ചലിച്ചു തുടങ്ങും. ഇന്ന് പകൽക്കാലം ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഞാൻ എന്റെ സാക്ഷ്യത്തെ സൂക്ഷിക്കും, ഞാൻ എന്റെ സാക്ഷ്യത്തെ സൂക്ഷിക്കും, ഞാൻ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങും. എന്റെ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കത്തെ, എന്റെ സാക്ഷ്യത്തിന്റെ സ്വഭാവത്തെ, എന്റെ സാക്ഷ്യത്തിന്റെ ഫലം ഞാൻ സൂക്ഷിക്കും എന്നുറപ്പുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേൽക്കാൻ ഒരു നിമിഷം.